രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഓം ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ഓം സകല സുഖകുല വിമല തിലകിത കളേവരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ. കഥയ മമ കഥകളതി സാദരം കാകുസ്തലീലകൾ കേട്ടാൽ മതീവര. കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൻ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖരി സുതയൊടു ചിരിച്ചു ഗംഗാധര നെങ്കിലോ കേട്ടുകൊള്ളെന്നരുളി ചെയ്തു. മുത്തശ്ശി രാമായണം വായിക്കാണ്. മുത്തശ്ശി എനിക്ക് രാമായണന്റെ കഥ പറഞ്ഞു. ഓ പറഞ്ഞു തരാം മോളെ. ശ്രീ ഭഗവാന്റെ കഥയാണ് രാമായണം. ഞാൻ പറഞ്ഞു തരാം കേട്ടോ. സൂര്യവംശത്തിന്റെ തലസ്ഥാനമായ അയോധ്യ സർവ ഐശ്വര്യങ്ങളാലും സമ്പന്നമായിരുന്നു. സരയൂ നദി ഒഴുകുന്ന ആ പുണ്യഭൂമി ഭരിച്ചിരുന്നത് നീതിമാനായ ദശരഥ മഹാരാജാവായിരുന്നു. എങ്കിലും കൊട്ടാരമുറ്റത്ത് കളിച്ചിരിക്കാൻ ഒരു ഉണ്ണിയില്ലാത്തത് ആ രാജാവിന്റെ വലിയ ദുഃഖമായി അവശേഷിച്ചു. ഇത്രയും വലിയ സാമ്രാജ്യം ആർക്കു വേണ്ടി എന്ന ചോദ്യം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒടുവിൽ കുലഗുരു വശിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ഋഷ്യശൃംഗ മഹർഷിയെ വരുത്തി പുത്രകാമേഷ്ടിയാഗം നടത്താൻ തീരുമാനിച്ചു. യാഗാഗ്നിയിൽ നിന്നും ഉയർന്നു വന്ന ദിവ്യപുരുഷൻ നൽകിയ പായസം പത്നിമാരായ കൗസല്യയും കൈകേയിയും സുമിത്രയും ഭക്തിപൂർവം സേവിച്ചു. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി നാളിൽ സാക്ഷാൽ മഹാവിഷ്ണു കൗസല്യയുടെ പുത്രനായി രാമനായി അവതരിച്ചു. പിന്നാലെ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും ജനിച്ചു. അയോധ്യയുടെ വീഥികളിൽ ആ കുമാരന്മാരുടെ ചിരിയും കളികളും നിറഞ്ഞു. വശിഷ്ഠ മഹർഷിയുടെ കീഴിൽ അവർ വേദങ്ങളും ശാസ്ത്രങ്ങളും യുദ്ധമുറകളും അഭ്യസിച്ചു. രാമൻ എല്ലാവർക്കും പ്രിയങ്കരനായി വളർന്നു. ലക്ഷ്മണൻ രാമന്റെ നിഴൽ പോലെയും ശത്രുഘ്നൻ ഭരതന്റെ ഉറ്റ ചങ്ങാതിയായും അയോധ്യയിലെ കൊട്ടാരമുറ്റത്ത് ഓടിക്കളിച്ചു. വിനയവും ധീരതയും ഒത്തുചേർന്ന ആ 4 കുമാരന്മാരും ദശരഥന്റെ കണ്ണിന് കുളിർമയായി. സമാധാനപൂർണമായ ദിനങ്ങളിലേക്കാണ് തപോബലമുള്ള വിശ്വാമിത്ര മഹർഷി കടന്നു വരുന്നത്. തന്റെ യാഗങ്ങൾ മുടക്കുന്ന താടക, മാരീചൻ, സുബാഹു എന്നീ രാക്ഷസരെ വധിക്കാൻ അദ്ദേഹം രാമന്റെ സഹായം തേടി. പ്രാണപ്രിയനായ മകനെ പിരിയാൻ വയ്യാതെ ദശരഥൻ വിറച്ചുപോയെങ്കിലും ഗുരുവായ വശിഷ്ഠന്റെ ഉപദേശപ്രകാരം രാമനെയും ലക്ഷ്മണനെയും മഹർഷിക്കൊപ്പം അയച്ചു. വഴിമധ്യേ ഘോരരൂപിയായ താടക അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രാമൻ ഒരു നിമിഷം മടിച്ചു നിന്നു. ഒരു സ്ത്രീയെ എങ്ങനെ വധിക്കും? വിശ്വാമിത്രൻ രാമന്റെ മനസ്സ് വായിച്ചു. അദ്ദേഹം പറഞ്ഞു, രാമ, മടിക്കരുത്. ഇവൾ സ്ത്രീയല്ല, അധർമ്മത്തിന്റെ മൂർത്തിയാണ്. പ്രജകളെ രക്ഷിക്കാൻ വേണ്ടി ദുഷ്ടനായ ഒരാളെ വധിക്കുന്നത് അയാൾ സ്ത്രീയായാലും പുരുഷനായാലും പാപമല്ല, അത് രാജധർമ്മമാണ്. ഗുരുവിന്റെ വാക്ക് കേട്ട രാമൻ വില്ലെടുത്ത് അസ്ത്രം തൊട്ടു. ഒരൊറ്റ അസ്ത്രം കൊണ്ട് താടകയുടെ ഹൃദയം പിളർന്ന് ആ ഭീകരരൂപി നിലം പതിച്ചു. വിശ്വാമിത്രനിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങൾ അഭ്യസിച്ച രാമൻ സിദ്ധാശ്രമത്തിൽ വെച്ച് സുബാഹുവിനെ ദഹിപ്പിക്കുകയും മാരീചനെ അസ്ത്രമുനയാൽ ദൂരേക്ക് തെറിപ്പിക്കുകയും ചെയ്തു. യാഗം വിജയകരമായി പൂർത്തിയാക്കി. യാഗരക്ഷയ്ക്ക് ശേഷം മഹർഷി കുമാരന്മാരെ
ജനക മഹാരാജാവിന്റെ മിഥിലയിലേക്ക് കൊണ്ടുപോയി. യാത്രയ്ക്കിടയിൽ ഗൗതമ പത്നിയായ അഹല്യയുടെ ശാപകഥ വിശ്വാമിത്രൻ തുടർന്നു.